എനിക്കൊരു 8 വയസ്സ് എള്ളപ്പം തുടങ്ങിയേക്കണം നമ്മുടെ ഈ കേസ് കിഴക്കേ ഭാഗത്തായിരുന്നു ആദ്യം ആ കേസ്. ആ കേസിന് എൻ്റെ അപ്പനായിരുന്നു വെച്ച് ഏറ്റവും പ്രധാനമായിട്ട് നടന്നു വെച്ചാൽ അപ്പനിപ്പം മരിച്ചുപോയി. 10-12 കൊല്ലമായി പപ്പിച്ച് മരിച്ചിട്ട്. ആ കേസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് പിന്നെ നമ്മളുടെ ഈ ഭൂമി എന്ന് പറയണത് വെറും ചുള്ളിയും മൂരവും കാടും പിടിച്ച് വെറുതെ കിടന്നിരുന്ന ഭൂമികളായിരുന്നു വെച്ച്. ഇവിടെ ഓരോരുത്തരായിട്ട് വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും ഈ തറവാടാണ് അവിടെ ആ വശത്ത്. അവിടെ നിന്ന് ഞങ്ങളിവിടെ ആദ്യം ഒരു ചെറിയ വീട് വെച്ച്. അപ്പോൾ ഇവരിവിടെ തെങ്ങ് കയറിക്കാൻ കോളേജിൻ്റെ ആൾക്കാർ ആ വശത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിത് കാണുന്നുണ്ടല്ല, വീട് വെച്ചേക്കണത് കാണുന്നില്ല. അവരനങ്ങിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൈക്കൾ നട്ട്. അന്നത്തെ നമ്മളുടെ ഈ അവസ്ഥയെന്ന് പറയണത് നമുക്കൊരു പൈപ്പ് വെള്ളമില്ല, വേറെയുള്ള ഒരു സൗകര്യങ്ങൾ നമുക്കില്ലയെന്ന്. കുളം കുത്തി ഈ മണ്ണ് കുഴിച്ച് വെള്ളം എടുത്തിട്ട് വേണം ഈ തൈക്കൊഴിക്കാനും കുടിക്കാനും എല്ലാത്തിനും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു നമ്മളുടെ ഈ രാജ്യം. ഇന്ന് ഈ കാഞ്ഞങ്ങൾ വന്ന് കാണുന്ന നാടല്ല അന്നത്, വെറും വരും പ്രദേശമായിരുന്നു വെച്ചത്. അപ്പം തൈക്കൾ വലുതായി കൊലച്ച് തെങ്ങ് കയറാൻ പ്രാപ്തിയായി കഴിഞ്ഞപ്പോൾ അവരിങ്ങാട് കയറി നിരക്കി അങ്ങോട്ട് പിടിച്ച്. അതുവരെ ഇവരനങ്ങിയില്ല. അപ്പം ഈ തൈക്കൾ വെച്ചപ്പോഴും ഈ വീട് വെച്ചപ്പോഴും ഇവരെന്തുകൊണ്ട് അതിനെ എതിർത്തില്ല? അത് ഫറൂഖ് കോളേജിൻ്റെ അധികൃതരാണോ? അന്നേരത്ത് ഫറൂഖ് കോളേജിൻ്റെ അധീനത്തിലാണ് ഈ സ്ഥലം ഇരിക്കണത്. ഈ പറഞ്ഞ ഈ സിദ്ദിഖ് ഷേഡു എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതിലെ. തെങ്ങ് കയറിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ മനുഷ്യൻ. എൻ്റെ അപ്പനെ പിടിച്ചങ്ങ് ഒരു ചാക്കിടാൻ നോക്കിയതാണ് ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി. അപ്പിച്ചു അതിന് സമ്മതിച്ചില്ല. ഞങ്ങൾ 8 പെൺമക്കളാണ്, ഒരാണേ ഞങ്ങൾക്കുള്ളു, ഒരാങ്ങളെ ഒരാളായിട്ടേ ഉള്ളു. അപ്പിച്ചിക്ക് 8 പെൺമക്കളുള്ളതിൻ്റെ അന്ന് 5 പെൺമക്കളുണ്ട് ഞങ്ങൾ. അന്ന് അയാൾ അങ്ങോട്ട് പറഞ്ഞ് റോക്കി ഇതിൽ നിന്ന് മാറ്, പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെ ഞാൻ കൊടുത്താലും. അന്ന് 14 വീടാണ് നമ്മളുടെ ഈ കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ. അപ്പം അന്നും അവർ നമ്മളെയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അതിക്രമങ്ങൾ. അവർ വന്ന് തെങ്ങ് കയറി കൊണ്ടുപോയിട്ട് അതിൻ്റെ താഴെ അടിയിൽ വന്ന് കണക്കന്മാരെ കയറ്റി കൊല വെട്ടി തെരയിപ്പിച്ചെടുത്തും കൊണ്ടും ഇത് ഞങ്ങളുടെ അപ്പമ്മനൊക്കെ കയറി ഇട്ട് ആണെന്നും പറഞ്ഞു വരെയും കേസുണ്ടാക്കി. അതിനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അന്ന് അവർ ഈ എറണാകുളം കോടതിയിൽ പോയി ജാമ്യമൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വീടുകളിലൊക്കെ കയറി ഇറങ്ങിയായിരുന്നു. എനിക്കിന്നും പോലീസിൻ്റെ യൂണിഫോം ഇട്ട് വന്നവരെ കാണുമ്പോൾ ഭയമാണ്. അന്ന് വന്ന് ഇവർ അരക്കളസവും കൊടുത്ത് ഈ തൊപ്പിയും തൊപ്പിയും വെച്ച് ഈ വടിയും പിടിച്ചും കൊണ്ടും വന്നും കൊണ്ടും വീടുകളിൽ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അന്ന് തുടങ്ങിയുള്ള ഭയം ഇന്നും പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് മാറിയിട്ടില്ല. അന്ന് പേടിച്ചേക്കാണ് ഞങ്ങളെല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഈ വീട് വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ പാടുപെട്ട സമയത്ത് ആ വീട് വെച്ചപ്പോൾ ഇവർക്കിത് പൊളിപ്പിച്ച് മാറ്റാഞ്ഞില്ലേ? എന്നാൽ ഞങ്ങൾ ഇന്ന് ഇത്രയും കഷ്ടപ്പെടണം. അത് കഴിഞ്ഞ് കേസായി. അപ്പോൾ അവരുടെ കേസ് അതിൽ നിന്ന് ആൾ പിന്മാറി. അതിൽ നിന്ന് കേസ് അവരെന്തായി കഴിഞ്ഞപ്പോൾ ഈ കേസ് അപ്പിച്ച് പറഞ്ഞ് ഈ കേസും നമ്മളെങ്ങനെ പിടിച്ചാലും ജയിച്ച് പോരുമെന്ന് തോന്നണില്ല മക്കളെന്ന്. അങ്ങനെ ഈ കേസിന് ലാസ്റ്റ് ഇവർ തീരുമാനമിട്ട് നമുക്ക് വിലക്ക് തരാം ഈ ഭൂമിയിൽ നിന്ന്. അങ്ങനെ ഈ ഭൂമി വിലക്കെടുത്ത് 33 കൊല്ലം ആയിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ പട്ടയം എടുത്തിട്ട്. അപ്പം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം മോളെ? ഞങ്ങൾ 2 പേരും ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് 5 മക്കളുണ്ട്. ഒരാളല്ല, 5 മക്കളുണ്ട് എനിക്ക്. 2 പെൺപിള്ളേരും 3 ആൺപിള്ളേരും ഉണ്ട്. അതിൽ ഇളയാൾ മരണപ്പെട്ടു പോയി. അതിൻ്റെ കുഞ്ഞൊരെണ്ണമുണ്ട്. ഇവർക്ക് ഈ അപ്പിച്ചയുടെ പേരിലിരിക്കുന്നതൊന്ന് തിരുത്തിയൊന്ന് കൊടുത്തും കൊണ്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഒരു ആശ്വാസമോ. ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടല്ല എന്ന് മക്കൾക്ക് ഉണ്ടെന്ന് കരുതി ഞങ്ങൾ ധൈര്യപ്പെട്ടിരുന്നിരുന്നു. ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായി. ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായാൽ മക്കൾ നോക്കും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മണ്ണും ഭൂമിയും കിടപ്പുണ്ടല്ലോ ഇവിടെ, അവർക്ക് അതിനുള്ള വില ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇന്ന് അതുമില്ലാത്ത ഒരവസ്ഥയിലെത്തിയൊക്കെയാണ് ഞങ്ങൾ. ഇത്രയും വയ്യാണ്ടിരിക്കണ ഈ അപ്പിച്ചിക്ക എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് വരാനാ, അവിടെ ഇരിക്കാനാ 3-4 പ്രാവശ്യം വന്ന് എന്നിട്ട് തന്നെ വണ്ടിക്ക് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാണ് അവിടെ ഇരുത്തി വണ്ടിയുമ്പോൾ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണത്. ഇപ്പം നാളെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മോളെ അമ്മച്ചിക്ക് ഒട്ടും വയ്യ, ഇങ്ങനത്തെ കസേരമേലൊക്കൊന്നും എനിക്ക് അധികം സമയം ഇരിക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ ഞാൻ നാളെ എനിക്ക് മരുന്നിനെയും പോകണം. അല്ലെങ്കിൽ എനിക്ക് മരുന്നിന് പോക്ക് ഞാൻ മാറ്റി വെച്ചൊന്നും പോന്നേനെ. പക്ഷെ എനിക്ക് ഒട്ടും വയ്യ. അവിടെ നിന്ന് ഇരുന്ന് ചുമയെങ്ങാനും പിടിച്ചു പോയാലുണ്ടല്ലോ ഞാൻ അവിടെ ആകെ മാറിപ്പോവും. അതേമാതിരത്തെ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. എങ്ങനെ മനസ്സിന് സമാധാനം കിട്ടിയെങ്കിലല്ലേ മരുന്ന് കഴിച്ചാലും രോഗം മാറി കിട്ടുള്ളൂ. ഈ ഓരോ ദിവസവും ഓരോന്നും കേൾക്കുമ്പോൾ
ഞങ്ങൾ കിടന്ന് നീറുന്ന മരം നീറുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഞങ്ങളോട് ഇത്ര വലിയ ദ്രോഹം ഇവർ ചെയ്യണതെന്നാണ് ഞാൻ ചോദിക്കണത്. ഞങ്ങൾ ഇവിടെ നിന്നങ്ങാട് ഞങ്ങളെ വാതിക്കൽ വരുമല്ല, ഞങ്ങളെ ജയിപ്പിക്കണേട്ടാ. ഞങ്ങൾക്ക് കണ്ണല്ലാത്തത് മുഴുവനും പൊന്നാക്കി കൊണ്ടും തരാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് ജയിച്ച് കയറിയാൽ മതി എന്ന് പറയും. ഐവിടനും വന്ന്, കൃഷ്ണനും വന്ന്, എല്ലാവരും ജയിച്ചു പോയി. ഞങ്ങളുടെ ഒരവസ്ഥ വന്നപ്പോൾ ഒരാളുമില്ല ഞങ്ങളെ സഹായിക്കാനാ, ഞങ്ങൾക്കൊരാശ്വാസം പറയാനാ, ഒന്നിനെയും ആരുമില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ തന്നെ വന്ന് കാണുന്നില്ലേ ഇവിടുത്തെ കാഴ്ചകൾ. നാളത്തേക്ക് 150 ദിവസമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട്. അപ്പം ഇവർക്ക് സ്വല്പമെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഇവർ ഓരോ കൊല്ലവും വന്ന് ഞങ്ങളുടെ വാതിക്കയിൽ വന്ന് തെണ്ടി കൈ നീട്ടി ഞങ്ങൾക്ക് ചെയ്യോട്ട് ഞങ്ങളെ സഹായിക്കെന്നും പറഞ്ഞ് വന്നവർ അവർക്ക് ഇപ്പോൾ അതൊന്നും അവർ മറന്നുപോയി. ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജനിച്ച നാൾ മുതൽ ഇത്രയും വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും മരണവും ഏകദേശമൊക്കെ ആയിരിക്കും. അതിനും ഇപ്പം ഞങ്ങൾക്ക് പറ്റുമെന്ന് ആർക്കറിയാം. ഒരു ചിമിത്തേരികളതിനെ കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂലല്ലോ.